പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമ്മുടെ ഉടമ്പടി പ്രാർത്ഥനയും ജീവിതവും ഓരോ ദിവസവും ആൾക്കാർ പറയുന്ന സാക്ഷ്യങ്ങൾ പരിശോധിക്കുമ്പോൾ എത്ര സങ്കടത്തിൽ കിടക്കുന്ന ആൾക്കാരായാലും ജീവിക്കാനൊരു ആവേശം തോന്നാം. അതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ 0- വന്നാലും ദൈവം ഡിവോയ്ഡ് ഓഫ് അവർ മെറിറ്റ്സ്, നമ്മുടെ യോഗ്യത കണക്കാക്കാതെ നമുക്ക് സങ്കല്പിക്കാൻ പറ്റാത്ത രീതിയിൽ വരെ ലിഫ്റ്റ് ചെയ്യുന്ന സാക്ഷ്യങ്ങൾ ശരിക്കും നമുക്ക് വല്ലാത്ത പ്രത്യാശ തരാനുണ്ട്. ഈ ദിവസങ്ങളിൽ ഏതാണ്ട് ഒരേ സ്വഭാവത്തിലുള്ള 2 സാക്ഷ്യങ്ങൾ വന്നായിരുന്നു. വിഷയം ഒന്നാണ്, 2 വ്യക്തികൾക്ക് 2 രാജ്യങ്ങൾ സംഭവിക്കുന്നതാണ്. വിഷയം ഒന്നാണ്, ഒരു GNM നേഴ്സ്, നേഴ്സിംഗ് അസിസ്റ്റൻ്റ്. അപ്പോൾ നേഴ്സിംഗ് അസിസ്റ്റൻ്റിൻ്റെ കാര്യം അറിയാമല്ലോ, അവർക്ക് കുറച്ച് കഷ്ടപ്പാടാണ്. അവർക്ക് കുറേ അധികം വർക്ക് ലോഡ് വരും. പിന്നെ എല്ലാവരും അവരുടെ പേര് ഭരിക്കാൻ ചെല്ലും. അവരുടെ മുകളിൽ നേഴ്സുണ്ട്, ഡോക്ടറുണ്ട്, കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ അവരുടെ കുറേ വർക്ക് ചെയ്ത് കഴിയുമ്പോൾ അവർക്ക് സങ്കടം വരും. എങ്ങനെയെങ്കിലും ഇതിൽ നിന്നൊന്ന് മാറി ഒന്ന് രജിസ്റ്റേർഡ് നേഴ്സായാൽ കൊള്ളാമെന്ന്. പക്ഷെ അതിനൊക്കെ പല പരീക്ഷകളൊക്കെ എഴുതണം, അതിനുള്ള കഴിവുണ്ടാകത്തില്ല. അപ്പം അങ്ങനെ 2 കേസുകൾ ഈ പ്രാവശ്യം വന്നു. ഒരു കേസെന്ന് പറയുന്നത് സിൽവിയ എന്ന് പറഞ്ഞ ദിവസം ഒരു നേഴ്സിൻ്റെ സാക്ഷ്യമാണ്. അതേപോലെ ഹസ്ബൻഡ് റിജോ. അപ്പോൾ അവർ ഇതുപോലെ GNM ആണ്, ആസ്ട്രേലിയയിലാണ് വർക്ക് ചെയ്യണത്. ആസ്ട്രേലിയയിൽ പോകുന്നതിന് വേണ്ടി അവർ രജിസ്റ്റേർഡ് നേഴ്സാകാൻ വേണ്ടിയാണ് മാതാവിൻ്റെ അടുത്ത് ഉടമ്പടി ചെയ്തിരിക്കുന്നത്, പ്രാർത്ഥിച്ചിരിക്കുന്നത്. പക്ഷേ വിഷയം എന്താ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അകത്തൊരു ടെസ്റ്റ് വരണത്, ഇവർ പ്രാർത്ഥിച്ച കാര്യം മറന്നു പോകും. മറന്നു പോകുന്നതിൻ്റെ കാരണം, ഇപ്പം നമ്മൾ എന്താണ് ഈ വിഷയങ്ങൾ മറന്നു പോകാൻ കാരണം? നമ്മളത് രജിസ്റ്റർ ചെയ്യാത്ത കൊണ്ടാണ്, അല്ലേ? നമ്മുടെ തലയിൽ അത് രജിസ്റ്റർ ചെയ്യാത്ത കാര്യങ്ങളല്ലേ മറന്നു പോണത്. എന്തുകൊണ്ടാണ് ഇവർ GNM മാറിയിട്ട് രജിസ്റ്റർ നേഴ്സ് ആകണമെന്ന് മാതാവിനോട് പറഞ്ഞ കാര്യം ഇവർ മറന്നുപോയി. കാര്യം എന്താണ്? അത് നടക്കത്തില്ലെന്ന് ഇവർ തന്നെ. കാര്യം അതിന് കുറേ പരീക്ഷകളൊക്കെ ഉണ്ടല്ലോ. ആ പരീക്ഷകൾ എഴുതാനുള്ള കപ്പാസിറ്റി അവർക്ക് ഇല്ലാത്തത് കൊണ്ട് അവർ 200 ആപ്ലിക്കേഷൻസ് പലയിടത്തായിട്ട് വെച്ചിട്ടുണ്ട്. 200 റിജക്റ്റ് ചെയ്ത് പോയി. അപ്പോൾ എത്രയോ വർഷമെടുത്ത്. റിജക്ഷൻ റേറ്റ് എന്ന് പറഞ്ഞാൽ 10-20 അല്ലേ, 200 ആപ്ലിക്കേഷൻസ് വെച്ചിട്ട് 200 പല രാജ്യങ്ങളിൽ പല ഹോസ്പിറ്റലിൽ റിജക്റ്റ് ആയതുകൊണ്ടാണ് ഇത് കിട്ടാക്കനിയാണ് എന്ന് വിചാരിച്ചുകൊണ്ട് അവർ രജിസ്റ്റർ ചെയ്യാതെ, തലയിൽ മെമ്മറിയിൽ രജിസ്റ്റർ ചെയ്യാതെ അത് മറന്നുപോയി. അങ്ങനെ ഒരു സംഭവം മാതാവിനോട് പറഞ്ഞിട്ടുണ്ടെന്നുള്ള കാര്യം മറന്നുപോയി. അപ്പോൾ നമ്മൾ തന്നെ അതിനൊരു മെറിറ്റ് ഇല്ല ശരിക്കും. കാര്യം നമ്മൾ ആ വിഷയം മറന്നുപോയല്ലോ. ഉടമ്പടിയിലുള്ള വിഷയം എന്ന് പറയുന്നത്, ചില കാര്യങ്ങൾ നമ്മൾ മറന്നാലും ദൈവം മറക്കത്തില്ല. അതാണ് ഞാൻ പറഞ്ഞത്, ഓരോ ദിവസങ്ങളിലും ഉടമ്പടി വിസ്മയമാണെന്ന് പറഞ്ഞതിൻ്റെ കാരണം ഇതാണ്. ഒരു ദിവസം അവർ പ്രാർത്ഥിച്ചുകൊണ്ട് ഇങ്ങനെ ആകാശത്തേക്ക് ചുമ്മാ നോക്കിയപ്പോൾ 11 എഴുതി കാണിച്ച്. നമ്മൾ വേറെ ഒരു അനുഭവങ്ങളിലും കേൾക്കാത്ത ചില അനുഭവങ്ങളാണ് ഈ ഉടമ്പടിയിലുള്ളത്. അതായത് ദൈവം ആ ഉടമ്പടി, തൻ്റെ ഉടമ്പടിയിൽ തന്നോട് കൂടെ ജീവിക്കുന്ന ആളിൻ്റെ കൂടെ അങ്ങ് ജീവിച്ചേക്കാണ്. അവരുടെ വിഷയം ഏറ്റവും സീരിയസ് ആയിട്ട് എടുത്തിട്ട് നമ്മളുടെ വിഷയം നമ്മൾ മറന്നാലും മാതാവ് അത് മറക്കാതെ, ശരിക്കും പറഞ്ഞാൽ അതൊക്കെ ഓർക്കുമ്പോഴല്ല ഈ വിശ്വാസ ജീവിതം എന്ന് പറയണതേ ഒരു വല്ലാത്ത പ്രത്യാശയാണ് നമുക്ക് തരണത്. നമ്മളൊന്ന് വൃത്തിമേനമായിട്ട് ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്നാൽ മതി.
ദൈവസന്നിധിയിലെ ആൾക്കാർക്ക് പറ്റണത്, ഇപ്പോൾ ഇവർ മറന്നു പോകുമ്പോഴും ഈ സിൽവിയ റിജോ ദമ്പതികൾ അവർ ഉടമ്പടി ജീവിതം അവരുടേത് കറക്റ്റാണ്. അവരുടെ ഇൻറ്റൻഷൻസ്, നിയോഗങ്ങളാണ് മറന്നത്. പക്ഷെ അവർ ഉടമ്പടിയുടെ നിബന്ധനകൾ മറന്നിട്ടില്ല. അത് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞു തരുന്നത്, നമ്മളുടെ നിയോഗങ്ങൾ നമ്മൾ ദൈവത്തിരുസന്നിധി വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മറന്നാൽ കുഴപ്പമൊന്നുമില്ല. എന്താ കാര്യം? അത് ദൈവം അത് ഓർത്തുള്ളൂ. നമ്മൾ ഓർക്കേണ്ട കാര്യം എന്താണ്? ദൈവത്തോട് നമ്മൾ ചെയ്തിട്ടുള്ള വാഗ്ദാനങ്ങൾ, നിബന്ധനകളാണ് നമ്മൾ ഓർക്കേണ്ടത്, അല്ലേ? ചില ആൾക്കാർ എന്നാ വരുമെന്നറിയാവോ? നിയോഗം ഓർക്കും, നിബന്ധന മറന്നു. അങ്ങനെയൊക്കെ ഒരു സംഭവമുണ്ട്. ശരിക്കും പറഞ്ഞാൽ നേരെ മറിച്ച സംഭവിക്കേണ്ടത്. എന്താ ചെയ്യേണ്ടത്? നമ്മൾ നിയോഗം മറന്നു പോകണം. എന്താ കാര്യം? അത് ഏൽപ്പിക്കേണ്ട സ്ഥാനത്ത് നമ്മൾ കരുത്താർന്ന് കയ്യിൽ ഏൽപ്പിച്ചിട്ടുണ്ട്. നമ്മൾ ഓർക്കേണ്ടത് എന്താണ്? നിബന്ധന. പക്ഷേ പലർക്കും സംഭവിക്കണത് എന്താണ്? അവർ നിബന്ധന മറന്നു പോകും. എന്താ ഓർക്കണേ? നിയോഗം എപ്പോഴും ഓർത്തുകൊണ്ടിരിക്കും. നിങ്ങളൊന്ന് ചിന്തിക്കണേ, ഇതൊരു ഉടമ്പടി ധ്യാനമാണ്. അപ്പം നിങ്ങളെപ്പോഴും നിബന്ധന മറന്നുപോയോ അതോ നിയോഗമാണ് മറന്നതെന്ന് ചിന്തിക്കണം. നിയോഗമാണ് മറന്നു പോയെങ്കിൽ നല്ലതാണ്. എന്താ കാര്യം? അത് ദൈവം ഓർത്തുകൊള്ളും. ഇപ്പം സിൽവിയയുടെ കാര്യത്തിലേ അവളത് മറന്നുപോയി, നിയോഗം മറന്നുപോയി. കാര്യം അവൾക്കതിനുള്ള കപ്പാസിറ്റി ഇല്ല രജിസ്റ്റേർഡ് നേഴ്സിൻ്റെ. അപ്പം അതുകൊണ്ട്, പക്ഷെ മാതാവ് അത് മറക്കാതെ ഒരു ദിവസം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആകാശത്ത് ഇങ്ങനെ 11 നിങ്ങൾ എഴുതി കാണിക്കും. പക്ഷെ അവളത് നോട്ട് ചെയ്യും. അമ്മയാണ് എഴുതി കാണിക്കുന്നതെന്ന് നോട്ട് ചെയ്യും മനസ്സിലെ. ഇതെന്ത് ഈ 11 വരാൻ കാര്യം എന്താ 11 പറയണത് എന്ന്. അത് എന്താ സംഭവിച്ചെന്നറിയോ? പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ നവംബർ മാസം വന്നപ്പോഴേ, അതല്ലേ 11ാം മാസം എന്ന് പറയണത്, ഇവിടെ മാതാവ് രജിസ്റ്റേർഡ് നേഴ്സായിട്ട് അപ്പോയിൻ്റ് ചെയ്യും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതാണ് ഞാൻ പറഞ്ഞത്, ഇങ്ങനെയുള്ള സാക്ഷ്യങ്ങൾ നമ്മൾ ഉടമ്പടി മാത്രമേ കേൾക്കത്തുള്ളൂ. അതായത് നമ്മൾ മറന്നു പോയാലും ദൈവം ഇതിനെ ഫോളോ അപ്പ് ചെയ്ത് കളയും. ഈ ദിവസങ്ങളിലേ ഇപ്പോൾ ഭയങ്കര യുദ്ധത്തിൻ്റെ ആശങ്കകളൊക്കെ അല്ലേ. അപ്പോൾ ഇസ്രയേലിൽ നിന്ന് കുറേ മിസൈൽ കൊണ്ടുവന്ന് ഇന്ത്യയിൽ ഇറക്കിയിട്ടുണ്ട്. എന്ത് മിസൈലാണെന്നറിയാമോ? അതായത് ഗൈഡഡ് മിസൈൽ ഉണ്ടായിരുന്നില്ല പണ്ട്. പ്രോഗ്രാം ചെയ്തിട്ട് ഒരു പാലമൊക്കെ ടാർഗറ്റ് ചെയ്യണമെങ്കിൽ ആ പാലത്തിലേക്ക് പോകാനുള്ള ദൂരവും അതിൻ്റെ റൂട്ടും ഒക്കെ കമ്പ്യൂട്ടറിൽ പ്രോഗ്രാം ചെയ്തിട്ട് ഗൈഡ് ചെയ്തു പോകും. GPS വഴി ട്രാക്ക് ചെയ്തു പോകും. അപ്പോൾ അതൊക്കെയാണ് കഴിഞ്ഞ യുദ്ധങ്ങളിലൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു കുഴപ്പമെന്ന് പറയണത്, GPS വർക്ക് ചെയ്തില്ലെന്നുണ്ടെങ്കിൽ ഇത് വർക്ക് ചെയ്യത്തില്ല, ദിശ മാറിപ്പോകും. അത് നെറ്റും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് വർക്ക് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ മിസൈൽ ലക്ഷ്യസ്ഥാനത്ത് എത്തത്തില്ല. ഇപ്പം ഇറക്കുമതി ചെയ്തിരിക്കുന്ന മിസൈൽ എന്താണ്? GPS വർക്ക് ചെയ്തില്ലെങ്കിലും ഇത് തന്നെത്താൻ തന്നെ ട്രാക്ക് ചെയ്തു പോകും. GPS-ൻ്റെ ആവശ്യമില്ല. ഈ ഉടമ്പടി ഏതാണ്ട് ഇതുപോലൊരു ഏർപ്പാടാണ്. അത് നമ്മൾ മറന്നു പോയാലും ദൈവം അത് ഓർത്തുകൊണ്ട് അതിൻ്റെ ലക്ഷ്യങ്ങളിലേക്ക് നമ്മളെ കൊണ്ട് എത്തിക്കും. നമ്മൾ മറന്നു പോകാത്ത കാര്യം എന്താ? പോകരുതാത്ത കാര്യം എന്താണ്? ദൈവത്തോട് ചെയ്തിട്ടുള്ള നിബന്ധനകളെ മറന്നു പോകരുത്. അതിവർ ഈ സിൽവിയയും റിജോയും ആ ഒരു ടൈപ്പ് പാർട്ടിയാണ്. അതുപോലെ ദൈവത്തോട് ചെയ്ത വാഗ്ദാനങ്ങൾ, ഇത് ഭയങ്കര സീരിയസ് ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. സീരിയസ് ആയിട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിയോഗങ്ങൾ നമുക്ക് മറക്കാം, പക്ഷേ നിബന്ധന നമ്മൾ മറന്നു പോകരുത്. കാര്യം എന്താണ്? അത് വിശ്വസ്തതയുടെ വിഷയമാണ്. ഉടമ്പടി എന്ന് പറയുന്നത് വിശ്വാസത്തിൻ്റെ വിഷയമല്ല. ഉടമ്പടി എപ്പോഴും ഓർത്തേക്കണം. ഇപ്പോൾ ആധ്യാത്മികത അല്ലെങ്കിൽ പ്രാർത്ഥന എന്ന് പറയുമ്പോൾ ഉടനെ ജനങ്ങൾ പറയുന്നത് എന്താണ്? അത് വിശ്വാസം, അവനവൻ്റെ വിശ്വാസമല്ലേ, അതവൻ്റെ ഉള്ളിലിരിക്കേണ്ടതല്ലേ എന്നൊക്കെ പറയും. പക്ഷേ ഇത് എപ്പോഴും ഓർക്കണം, ഉടമ്പടി വർക്ക് ചെയ്യണത് വിശ്വാസത്തിലല്ല. പിന്നെ എന്തിനാണ് വർക്ക് ചെയ്യണത്? വിശ്വസ്തതയിലാണ് വർക്ക് ചെയ്യണത്. ഇത് എനിക്ക് തോന്നുന്നത് ഈ നൂറ്റാണ്ട് മൊത്തം ജനങ്ങളെ പഠിപ്പിക്കേണ്ടി വരുമെന്നാണ്. കാര്യം നമ്മളെ പണ്ട് മുതലേ വിശ്വാസമല്ലേ എല്ലാം എന്നും പറഞ്ഞ് പഠിച്ച് 2 സ്വർണ്ണക്കച്ചവടക്കാരൻ അവൻ്റെ സ്വർണ്ണം വിറ്റഴിക്കാൻ വേണ്ടി ഇപ്പോൾ ചെയ്ത് വരും. വിശ്വാസമല്ലേ അല്ല, വിശ്വാസമല്ലേ എല്ലാം. എന്താണ്? വിശ്വസ്തതയാണ് എല്ലാം. വിശ്വസ്തത എന്ന് പറഞ്ഞാൽ എന്താണ്? പെർസ്വയറിങ് ഫെയ്ത്താണ് വിശ്വസ്തത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്യാപ്പില്ലാത്ത വിശ്വാസം. നമ്മൾക്ക് വരുന്ന വിഷയം
നിങ്ങൾക്ക് ഗ്യാപ്പ് ഉണ്ടെന്ന് ഞാൻ പറയണില്ല, പക്ഷേ നിങ്ങൾ ചില സമയത്ത് ഇതിൻ്റെ വോളിയം ഓഫ് വർക്ക് കുറഞ്ഞു വരും. ഈ ആഴ്ച ചെയ്ത ഒരു ഫെർവൻസ്, ഈ ആഴ്ച ചെയ്തൊരു തീഷ്ണത അടുത്ത ആഴ്ചയിൽ ഉണ്ടാകത്തില്ല. ഉടമ്പടി ശ്രദ്ധിക്കേണ്ട ഏറ്റവും വലിയൊരു വിഷയമാണത്. കാര്യം നിങ്ങൾ അതായത് വിശ്വസ്തതയായത് കാരണം വിശ്വസ്തതയ്ക്ക് അതിൻ്റെ നമ്മുടെ വോളിയം നമ്മൾ കീപ്പ് ചെയ്ത് പോകണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ വിശ്വസ്തയുടെ ഒരു തീവ്രതയുണ്ടല്ലോ, വിശ്വസ്തയുടെ തീവ്രത അത് നമ്മൾ കീപ്പ് ചെയ്ത് പോകണം. അതിൽ നിന്ന് വിശ്വസ്തത അല്പം കുറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഈ റിലേഷനിൽ വന്നിരിക്കുന്ന നമ്മൾ വിഷയബന്ധിയാണെന്ന് വന്നു പോകും. അതാണ്, മനസ്സിലായില്ലേ? നമ്മുടെ വിശ്വസ്തത കുറഞ്ഞു പോയാൽ, ഇപ്പോൾ പ്രാർത്ഥനാ ജീവിതമായാലും പരസ്നേഹ പ്രവൃത്തികളായാലും, ഇപ്പോൾ നമുക്കറിയാമല്ലോ ഉടമ്പടിയിലുണ്ടായിരുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞത്, കഴിഞ്ഞ ദിവസങ്ങളിലേ ഇവിടെ കഴിഞ്ഞ ദിവസത്തെ ഇന്നലെ ഈ 2 വിശുദ്ധന്മാരുടെയും തിരുനാൾ ഒരുമിച്ച് ആഘോഷിച്ച് സഭ എല്ലാ കൊല്ലവും ഉള്ളതാണ്. അപ്പോൾ റെഡ് ഉടുപ്പ്, 2 പേരും രക്തസാക്ഷികളായത് കാരണം റെഡ് ഉടുപ്പൊക്കെ ഇട്ടാണ് കുർബാന ചെല്ലണത്. അതായത് 2 അപ്പോസ്തലന്മാരാ. പക്ഷെ ഞാനത് ഈ അപ്പോസ്തലന്മാരുടെ പേര് സങ്കീർത്തി വന്നപ്പോൾ എന്നോട് പറഞ്ഞ് യാക്കോബിൻ്റെയും പീലിപ്പോസിൻ്റെയും തിരുനാളാണെന്നപ്പോൾ എനിക്ക് ചിരി വന്ന ഉടനെ എൻ്റെ ഉള്ളിൽ എന്താ കാര്യം, ഈ 2 കക്ഷികളും 2 തരം ആധ്യാത്മികതയുള്ള ആൾക്കാരാണ്. ഉടമ്പടിയിലാണെങ്കിൽ ഇവിടെ 2 പേരെയും ഉടമ്പടിയിൽ കണ്ടൻറ്റ് വൈസ് നമ്മൾ അഡോപ്റ്റ് ചെയ്തിട്ടുണ്ട്. യാക്കോബ് എന്തിൻ്റെ ആളാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, യാക്കോബ് പറയണത് യാക്കോബിൻ്റെ കാലത്ത് ഈ സഭാ കൂട്ടായ്മയൊക്കെ ഉണ്ടാകും, ആദിമസഭയിൽ സഭാ കൂട്ടായ്മയൊക്കെ ഉണ്ടാകുമ്പോൾ കുറേ ആൾക്കാർ പാപ്പടരും ഉണ്ടാവും, ഇത്തിരിയൊക്കെ ശേഷിയുള്ളവരും ഉണ്ടാവും. പക്ഷേ അവർക്കാർക്കും ഈ ക്രിസ്തുവിനെ സ്വീകരിക്കുക എന്നുള്ള കാര്യത്തിൽ അത് മാത്രമാണ് വിശ്വാസം എന്നുള്ള രീതിയിൽ, വിശ്വാസത്തിന് മറ്റു തരത്തിലുള്ള മാനങ്ങളെക്കുറിച്ച് അവർക്ക് അത്രയ്ക്ക് ഐഡിയ ഇല്ല ആദിമസഭയിൽ വന്നാണ്. അപ്പം അതുകൊണ്ട് ആൾക്കാരൊക്കെ ഇങ്ങനെ മഞ്ഞുകാലത്തൊക്കെ തണുപ്പൊക്കെ കയറി പ്രാർത്ഥനാ കൂട്ടത്തിൽ വന്നു കഴിഞ്ഞാൽ അവിടെ ഇരിക്കുന്ന ആൾക്കാർ പറയും, തണുപ്പാണല്ല, പോയി തീ കായാൻ പാടില്ലെന്ന് ചോദിക്കും. അപ്പോൾ യാക്കോബ് ഇത് കേട്ടിട്ട് പറയും, ഇവനെന്ത് മണ്ടനാ, തീ കായാൻ വായിക്കിടക്കണം നാക്കുകൊണ്ട് തണുത്ത് വിറച്ച് എന്നോട് തീ കായാൻ പറയാൻ ആർക്കാ പറ്റാത്തത്? ആർക്കും പറ്റും. അതിന് കെട്ടിയെടുത്ത് ക്രിസ്ത്യാനി ആകേണ്ട, വിശ്വാസം സ്വീകരിക്കേണ്ട കാര്യമില്ല. അതല്ല, നീ തീ കൂട്ടി കൊടുത്തിട്ട് അവന് ആശ്വാസം കൊടുക്കണം, പ്രാക്ടിക്കലായിരിക്കണമെന്ന് പറയും. അതുപോലെ തന്നെ വിശന്ന് വരുന്നവനോട് പറയും ഭക്ഷണം കഴിക്കാൻ പറയും, പുറത്തു പോയി. ഇപ്പം നിങ്ങൾ വിശന്ന് വരികയാണ്, എന്നാൽ നിങ്ങൾ കടയിൽ പോയി ഭക്ഷണം കഴിക്കാൻ പറഞ്ഞാൽ അതാർക്കാ പറയാൻ പറ്റാത്തത്? അപ്പോൾ വിശ്വാസവും ജീവിതവും തമ്മിൽ ഒരു കാലത്ത് ബന്ധമില്ലായിരുന്നു, ആദിമസഭയിൽ പോലും ബന്ധമില്ലായിരുന്നു. അപ്പം അതുകൊണ്ട് ഇതിൻ്റെ ഈ സെൻറ്റ് പോളും കുറേ കാലങ്ങളിലേക്ക് ഇതിങ്ങനെ പ്രസംഗിക്കുമായിരുന്നു. വിശ്വാസം വഴിയാണ് നമ്മൾ നീതീകരിക്കപ്പെടുന്നത്. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. ശ്രുതികട ഹല്ലേലൂയ. റോമാക്കാർക്ക് എഴുതിയ ലേഖനം അല്ല, അത് ആദ്യത്തെ ലേഖനമാണിത്. സുവിശേഷങ്ങൾ എഴുതണമെന്ന് മുമ്പ് എഴുതിയിട്ടുള്ള ലേഖനമാണ്. 55 കർത്താവ് മരിക്കണത് 32, അതുപോലെ തന്നെ അതിനുശേഷം 50, 18 ഈ 18, 23 കൊല്ലം കഴിഞ്ഞപ്പോൾ എഴുതിയ പുസ്തകമാണ് ഈ റോമാക്കാരുടെ ലേഖനം. അപ്പോൾ ആദിമസഭയുടെ ഒരു കാലമാണ്. അപ്പോൾ അവിടെ എന്താ പറയുന്നത്? അപ്പോൾ എന്താ പറഞ്ഞിരിക്കുന്നത് വിശ്വാസത്തെക്കുറിച്ച്? പറഞ്ഞേ. അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു. ഒന്ന് പറഞ്ഞേ. അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു. അപ്പോൾ ആദിമസഭയുടെ ആദ്യകാലങ്ങളിലുള്ള വിശ്വാസത്തിൻ്റെ മാനങ്ങളൊക്കെ ഉണ്ടല്ലേ? എന്താണ്? അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു. അത് അവന് നീതിയായി പരിഗണിക്കപ്പെട്ടു. അപ്പോൾ വിശ്വസിച്ചാൽ മാത്രം മതി എന്നുള്ള രീതിയാണ്. വിശ്വസിച്ചാൽ മാത്രം മതി എന്ന് ഇത് പറഞ്ഞുകൊണ്ട് കുറേ നാളിങ്ങനെ പൗലോസ് നടക്കുമായിരുന്നു. കാര്യം വെച്ച് കഴിഞ്ഞാൽ പൗലോസിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഫസ്റ്റ് ടൈം ഗോസ്പൽ കേൾക്കുന്ന ആൾക്കാരാണ്. ആ യഹൂദന്മാരൊന്നും അല്ല. യഹൂദന്മാർക്ക് ഗോസ്പൽ ദൈവവചനം അറിയാം. അപ്പോൾ ദൈവവചനം അറിയാൻ പാടില്ലാത്ത ആൾക്കാരാണ് റോമിലൊക്കെ ഉള്ളത് അന്നത്തെ കാലത്ത്. അപ്പോൾ അവരോട് പറഞ്ഞു, നിങ്ങൾ ജസ്റ്റ് ഫെയ്ത്ത്, ജസ്റ്റ് ബിലീവ് എന്ന് പറയും. ഗെറ്റ് സേവ്ഡ്, വിശ്വസിക്കുക, രക്ഷ പ്രാപിക്കുക എന്ന് പറയും. അതാണ് ആദ്യകാലങ്ങളിൽ പറഞ്ഞുകൊണ്ട് നടന്നത്. പക്ഷേ യാക്കോബിൻ്റെ കാലം വന്നപ്പോൾ യാക്കോബ് പറഞ്ഞു, പൗലോസ് പറയണ അത്ര ശരിയല്ലല്ല
എന്താ കാര്യം? കർത്താവിൻ്റെ മൈൻഡ് സെറ്റ് അങ്ങനെ അല്ല. ഈ പൗലോസ് അപ്പോസ്തലൻ കർത്താവിൻ്റെ കൂടെ നടന്നിട്ടില്ലല്ലോ. അപ്പോൾ കർത്താവിൻ്റെ കൂടെ നടന്നത് ആരാണ്? യാക്കോബാണ് നടന്നത്. അപ്പോൾ യാക്കോബ് പറയും, ഈ കർത്താവിൻ്റെ കൂടെയുള്ള വിയർപ്പും ഗന്ധവും ഒക്കെ അറിഞ്ഞ ഞങ്ങളാണ്. കർത്താവിൻ്റെ കഥകൾ പറഞ്ഞിരിക്കുന്ന കഥകൾ കേട്ടതും ഞങ്ങളുടെ ജീവിതത്തിൽ തന്നെ ഉണ്ടായിരുന്ന പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച സമയത്ത് ഇങ്ങനെ വിശ്വസിച്ചാൽ മാത്രം മതിയെന്ന് യേശു ഒരിക്കലും പറയത്തില്ല. യേശുവിൻ്റെ മൈൻഡ് സെറ്റ് അതല്ല, ഉള്ളിലിരിപ്പ് അതല്ല. അതിന് പത്രോസ് പറഞ്ഞു, ഞങ്ങളൊക്കെ കേട്ടിരിക്കുന്നത് സമരക്കാരുടെ കഥകളാണ്, അല്ലാതെ പൗലോസൊന്നും കേട്ടിട്ടില്ല കർത്താവിൻ്റെ വായിൽ നിന്ന്. ഞങ്ങൾ സമരിയക്കാരൻ്റെ കഥകൾ ഞങ്ങളോട് കർത്താവ് പറഞ്ഞിട്ടുണ്ട്. എന്താണ്? ഒരു സമരിയക്കാരൻ ഒരു വഴിയെ ഒരു യാത്ര ചെയ്തുകൊണ്ട് പോകുന്ന സമയത്ത് ഒരാൾ കള്ളന്മാരുടെ കയ്യിൽ അകപ്പെട്ട്, അതുപോലെ തന്നെ ഒന്ന് വായിച്ചാലോ, ലൂക്കാ 10:30. ഒരുവൻ ജെറുസലേമിൽ നിന്ന് ജെറീക്കോയിലേക്ക് പോവുകയായിരുന്നു. അവൻ കവർച്ചക്കാരുടെ കയ്യിൽപ്പെട്ടു. അവർ അവന്റെ വസ്ത്രങ്ങൾ ഉരിഞ്ഞെടുത്ത് അവനെ പ്രഹരിച്ച് അർദ്ധപ്രാണനാക്കിയിട്ട് പോയി കളഞ്ഞു. ഒരാളെ ഉപദ്രവിച്ചിട്ട് അയാളെ ഉള്ളതെല്ലാം കൊള്ളയടിച്ചിട്ട് അയാളെ വഴിയരികെ തള്ളിയിട്ട് കള്ളന്മാർ പോയി. വായിച്ചോളൂ അടുത്തത്. ഒരു പുരോഹിതൻ ആ വഴിയെ വന്നു. പിന്നെ അതിന് ലേവായം വന്നു. പിന്നെ ആരാ വരണത്? എന്നാൽ ഒരു സമരിയാക്കാരൻ യഹൂദന്മാരുമായിട്ട് ഭയങ്കര ഉടക്കുള്ള പാർട്ടിയാണ്. പക്ഷേ ഈ ഉടക്കുള്ള പാർട്ടി വരുമ്പോഴും ഉടക്ക് ഒന്നും മനസ്സിൽ വെക്കാതെ ഈയിടെ കിടപ്പ് കണ്ടപ്പോഴേ, അതാണ് വിഷയം. ഉടക്ക് നേരത്തെ ഇവർ തമ്മിൽ വംശീയമായ ഉടപ്പ്, സമുദായ ഉടക്കൊക്കെ ഉള്ള ആൾക്കാരാണ്. പക്ഷേ ഏത് സമുദായ ഉടക്കുണ്ടായാലും പരസ്പര വിരുദ്ധരായാലും സുവിശേഷം സ്വീകരിച്ചു കഴിഞ്ഞാൽ അത് മറന്നിട്ട് എന്താണ് ഒരു മനുഷ്യൻ്റെ ആവശ്യം അതനുസരിച്ച് അവനെ ആശ്വസിപ്പിക്കാനുള്ള ബാധ്യത വിശ്വാസിക്കുണ്ടെന്നാണ് ഈശോ പറഞ്ഞു വെച്ചത്. അല്ലേ? വായിച്ചോളൂ, വായിച്ചേ. എന്നാൽ ഒരു സമരിയാക്കാരൻ യാത്രാമധ്യേ അവൻ കിടന്ന സ്ഥലത്ത് വന്നു. അവനെ കണ്ട് മനസ്സലിഞ്ഞ് വിശ്വാസിക്ക് ഉണ്ടാകേണ്ട ഒരു വിഷയം, ഒരു സങ്കടകരമായ അവസ്ഥ കണ്ടാൽ വിശ്വാസിക്ക് ഉണ്ടാകേണ്ട ആദ്യ പ്രകടനം എന്താണ്? അവനെ കണ്ട് മനസ്സലിയണം. അല്ലെങ്കിൽ പറവോൻ്റെ ഹൃദയം പോലെ കഠിനമായി കഴിഞ്ഞാൽ വിശ്വാസിയായിട്ടും വലിയ കഥയൊന്നുമില്ല. അതാണ് വിഷയം. സുവിശേഷം വളരെ സിമ്പിളാണ്. ഞാൻ നിങ്ങളോടും ഇതിൻ്റെ ഒത്തിരി ന്യൂ കമേഴ്സ് ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ സിമ്പിളായിട്ട് പറയണത്. കേട്ടോളൂ, വായിച്ചോളൂ. മനസ്സലിഞ്ഞ് അടുത്തു ചെന്ന് എണ്ണയും വീഞ്ഞും ഒഴിച്ച് അവന്റെ മുറിവുകൾ വച്ചുകെട്ടി തന്റെ കഴുതയുടെ പുറത്ത് കയറ്റി ഒരു സത്രത്തിൽ കൊണ്ടുചെന്ന് പരിചരിച്ചു. അടുത്ത ദിവസം അവൻ സത്രം സൂക്ഷിപ്പുകാരന്റെ കയ്യിൽ 2 ദനാറ കൊടുത്തിട്ട് പറഞ്ഞു, ഇവന്റെ കാര്യം നോക്കിക്കൊള്ളണം. കൂടുതലായി എന്തെങ്കിലും ചെലവാകുന്നെങ്കിൽ ഞാൻ തിരിച്ചു വരുമ്പോൾ തന്നുകൊള്ളാം. അപ്പൊ ഇതാണ് വിഷയം. ഒരു ബന്ധവുമില്ല, പരസ്പര ശത്രുത ഇരുന്നൊരു സമുദായമാണ്. എന്നിട്ട് പോലും അവൻ അടിപെട്ട് പോയാൽ അവനെ താങ്ങിക്കൊണ്ടുപോയി പരിചരിച്ചിട്ട് അതിന് എക്സ്ട്രാ വരുന്ന ചിലവുകളും ഇവൻ്റെ കാര്യം നോക്കിക്കൊള്ളണമെന്നാണ് പറഞ്ഞത്. അതാണ് അതിൻ്റെ ഏറ്റവും മനോഹരമായ വാക്ക്. എന്താണ് ഇവൻ? ആ വചനം നമ്പർ വായിച്ചു. ലൂക്കാ 10:35. ലൂക്കാ 10:35 ഇതിൻ്റെ ഒരു സൗന്ദര്യം എന്ന് പറയണത്. എന്താണത്? ഇവൻ്റെ കാര്യം പറഞ്ഞ ഇവൻ്റെ കാര്യം നോക്കിക്കൊള്ളണം. അപ്പോൾ വിശ്വാസം എന്ന് പറഞ്ഞത് എന്താണ്? വിശ്വാസം ഈശോ എന്താ പറഞ്ഞു വെക്കണത്? എബ്രഹാം വിശ്വസിച്ച് നീതിയായി പരിഗണിച്ചു എന്നല്ല പറയണത്. ഇവൻ്റെ കാര്യം നോക്കിക്കൊള്ളണം. നീ എന്ത് വിശ്വാസിയാണെന്ന് പറഞ്ഞാലും കുഴപ്പമില്ല, പക്ഷേ ഇവൻ്റെ കാര്യം നോക്കിക്കൊള്ളണം. നിൻ്റെ മുമ്പിൽ വീണ് കിടക്കുന്നവൻ്റെ കാര്യം നോക്കണം. അവനാണ് വിശ്വാസി എന്നാണ് പറഞ്ഞത്. ഇതാണ് യാക്കോബ് പഠിച്ചത്. പൗലോസ് അത് പഠിച്ചിട്ടില്ല. പൗലോസ് പഠിക്കാത്തത് കൊണ്ടാണ് പറഞ്ഞത് വിശ്വാസം മൂലം നീതീകരിക്കണം എന്ന് പറഞ്ഞതിൻ്റെ കാര്യം. യാക്കോബ് പറഞ്ഞു നീതീകരിക്കത്തില്ല. യാക്കോബ് എന്താ പറഞ്ഞിരിക്കണമെന്ന് അറിയാവോ? 2:16 വായിച്ചേ. നിങ്ങളിൽ ആരെങ്കിലും ശരീരത്തിന് ആവശ്യമായത് അവർക്ക് കൊടുക്കാതെ സമാധാനത്തിൽ പോവുക, തീ കായുക, വിശപ്പടക്കുക എന്നൊക്കെ അവരോട് പറയുന്നെങ്കിൽ അതുകൊണ്ട് എന്ത് പ്രയോജനം? ആശ്വാസ വചനം കൊണ്ട് എന്ത് പ്രയോജനമെന്നാ? ഒരു പ്രയോജനമില്ല.
വിശ്വാസം തീർത്തിട്ടേ നാട്ടുകാരുടെ ആശംസകൾ പറഞ്ഞിട്ട് കാര്യമില്ലെന്നാ പറയണത്. അടുത്ത വായിച്ചേ. പ്രവൃത്തികൾ കൂടാതെയുള്ള വിശ്വാസം. 2:17 യാക്കോബിന്റെ എന്താ ഏറ്റു പറഞ്ഞ? പ്രവൃത്തികൾ കൂടാതെയുള്ള വിശ്വാസം അതിൽ തന്നെ നിർജീവമാണ്. ഇവിടെയാണ് യാക്കോബ് വെട്ടിത്തിരിക്കണത്. തേങ്ങ ഒട്ടക്കണ പോലെ ഒട്ടച്ചതി മാറ്റണം കണ്ടില്ല, 2 കഷ്ണമാക്കും. എന്താണ്? വിശ്വാസത്തെ 2ആയിട്ട് തിരിക്കും. എന്ത് ചെയ്യും? ഒന്ന്, പ്രവൃത്തികൾ കൂടാതെയുള്ള വിശ്വാസം. പറഞ്ഞേ. പ്രവൃത്തികൾ കൂടാതെയുള്ള വിശ്വാസം അതിൽ തന്നെ നിർജീവമാണ്. അതാ വിഷയം. എന്താണ്? വിശ്വാസത്തെ തന്നെ യാക്കോബ് 2ആയിട്ട് പറയും. എന്താണ്? സജീവ വിശ്വാസമുണ്ട്, നിർജീവ വിശ്വാസമുണ്ട്. ഇവിടെയാണ് പൗലോസ് പണി മേടിക്കണത്. ഇത് യാക്കോബ്, ഈ കാര്യത്തിൽ യാക്കോബ് കറക്റ്റായിട്ട് സ്റ്റാൻഡ് എടുക്കും. എന്താണ്? വിശ്വാസമില്ലെന്നൊന്നും ഞാൻ പറയണില്ല, പക്ഷെ വിശ്വാസം 2 തരമുണ്ട്. എന്താണ്? പ്രവൃത്തികൾ കൂടാതെയുള്ള വിശ്വാസം നിർജീവ വിശ്വാസമാണ്. പിന്നെ പ്രവൃത്തികളുള്ള വിശ്വാസം സജീവ വിശ്വാസമാണ്. ഇത് കുറച്ച് കഴിഞ്ഞപ്പോൾ പൗലോസിനും മനസ്സിലായി തൻ്റെ കയ്യിൽ നിന്ന് അബദ്ധം പറ്റിയതാണ് എന്ന് മനസ്സിലായി. ഇപ്പം പൗലോസ് പിന്നീട് ഗലാത്യ ലേഖനം എഴുതുമ്പോൾ അത് തിരുത്തലുണ്ട്. ഇപ്പം അതാണ് പൗലോസ് പറഞ്ഞത്, സ്നേഹത്താൽ പ്രവർത്തനക്ഷമമായ 5:6 ഗലാത്യ 5:6 സ്നേഹത്തിലൂടെ പ്രവർത്തനനിരതമായ വിശ്വാസമാണ് സുപ്രധാനം. അതാണ് ഈ ഉടമ്പടി ചെയ്യണത് നമ്മൾ. മനസ്സിലായില്ലേ? അപ്പം നിങ്ങൾ ചില അതായത് ഒന്ന് പറഞ്ഞ സ്നേഹത്തിലൂടെ പ്രവർത്തനനിരതമായ വിശ്വാസമാണ് സുപ്രധാനം. ഉടമ്പടിയുടെ ഒരു സൗന്ദര്യം എന്താ? അതായത് ഇൻ കേസ് ഇപ്പം നിനക്ക് മറന്നു പോയെന്നില്ല. ഇപ്പം അവരെന്താ പറഞ്ഞ? സിൽവിയ, റിജോയും ഇങ്ങനെ മറന്നുപോയി. എന്ത് മറന്നുപോയി? രജിസ്റ്റേർഡ് നേഴ്സ് ആകണമെന്നുള്ള ആഗ്രഹം തന്നെ മറന്നുപോയി. ദാറ്റ് മീൻസ് അവരുടെയൊക്കെ നെറ്റ് വർക്ക് ചെയ്യണില്ല. പക്ഷെ മിസൈൽ നെറ്റില്ലാതെ GPS ഇല്ലാതെ തന്നെ ഗൈഡ് ചെയ്ത് ഹിറ്റ് ചെയ്യണ കണ്ടില്ലേ? ഇതാണ് ഈ പ്രവർത്തനത്തിൻ്റെ സംഭവം. അതായത് GPS ഇല്ലാതെ തന്നെ, GPS ട്രാക്കിംഗ് ഇല്ലാതെ തന്നെ, നെറ്റ് വർക്ക് ചെയ്യാതെ തന്നെ മിസൈൽ ഹിറ്റ് ചെയ്യണ പോലെയാണ് നമ്മളുടെ വിശ്വാസം. സജീവമാണെങ്കിൽ നമ്മുടെ വിഷയം നമ്മൾ മറന്നാലും നിന്റെ ദൈവം മറക്കത്തില്ലെന്ന് മാത്രമല്ല, നിന്റെ ലക്ഷ്യത്തിനെ എത്തിച്ചിരിക്കും. അതാണ് ഉടമ്പടി. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. കാരുണ്യത്തിന് നന്ദി പറയുന്നു. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമ്മൾ നേരത്തെ കണ്ട സിൽവിയയുടെ സാക്ഷ്യം പോലെ തന്നെ വേറൊരു സാക്ഷ്യമാണ്. അത് ഇതേ നേച്ചറിലുള്ള സാക്ഷ്യം. ആ സാക്ഷ്യം എന്ന് പറയുന്നത് ഡയാനയുടെ സാക്ഷ്യമാണ്. ഡയാന, അലക്സ്, ഇവർ ദമ്പതികളാണ്. നിങ്ങൾ ഈ സാക്ഷ്യം പറയുമ്പോഴേ എല്ലാവരും തന്നെ ദൈവസ്നേഹമുള്ളവരെല്ലാവരും തന്നെ ഭർത്താവും ഭാര്യയും, ചിലപ്പോൾ ഭർത്താവ് വെറുതെ നിൽക്കുകയുള്ളൂ, പക്ഷേ അയാളെ കയറും, കുഞ്ഞുങ്ങളെ വേണ്ടി കയറും. എന്താണ്? അവർക്കറിയാം ദൈവത്തെ സഭയിൽ മഹത്വപ്പെടുത്തുകയാണെന്നറിയാം. അവരെന്ത് സന്തോഷത്തോടെയാണ് അതൊക്കെ ചെയ്യണത്. ചില ആൾക്കാർ പന്നിയെ കപ്പലിൽ കയറുന്ന പോലെ നിങ്ങൾ ആ മനുഷ്യ എന്ന് പറഞ്ഞാൽ ഭർത്താവ് വരത്തില്ല. പന്നിയെ കപ്പലിൽ കയറുന്ന പോലെ അതായത് നമ്മൾ അങ്ങോട്ട് തള്ളിയാലേ ഇങ്ങോട്ട് വരത്തുള്ളൂ. അപ്പം അങ്ങനെ വരത്തില്ല. പക്ഷേ ഇതെന്ന് പറയുന്നത് ഓരോ ഡിഗ്രീസ് ഓഫ് പെർഫെക്ഷൻ എന്ന് പറയും. ചിലർക്കൊക്കെ ഭയങ്കര ദൈവസ്നേഹമാണ്. അവർക്കറിയാം അവർ ദൈവത്തിനെക്കുറിച്ച് ഒരിക്കൽ അനുഭവിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ രുചി അങ്ങനെ നിൽക്കും. ദൈവം എന്ന് വെച്ചാൽ അത്രയ്ക്ക് സൂപ്പറാണ്. നമ്മളിപ്പോൾ കുരിശ് മരണം, പീഡാനുഭവം എന്നൊക്കെ പറഞ്ഞ് കുരിശിൻ്റെ വഴി നടത്തി ഈ ഒരു ജന്മം മുഴുവൻ കുരിശിൻ്റെ വഴി നടത്തിയാലും
ഈ കുരിശ് എടുക്കാനുണ്ടായ സമയത്ത് ഈശോയ്ക്കുണ്ടായിരുന്ന നമ്മോടുള്ള ഒരു സ്നേഹമില്ലേ, അത് ഒരു 5 മിനിറ്റ് പോലും അനുഭവിക്കാതെ എത്ര ജന്മങ്ങളാണെന്ന പാഴ് ജന്മങ്ങളായി പോണത്. ഇത് ഭയങ്കര ദൈവം വല്ലാത്തൊരു പ്രണയത്തിലാണ് ഈ സംഭവം മുഴുവൻ ചെയ്തിരിക്കുന്നത്. അല്ലെങ്കിൽ ഇത് സാങ്കേതികമായിട്ട് ചെയ്ത കാര്യമല്ല. ഇത് സാങ്കേതികമായിട്ട് ചെയ്യണമെങ്കിൽ ഇതെടുക്കേണ്ട കാര്യമില്ല. ദൈവത്തിൻ്റെ അറിവ് അനുഗ്രഹത്തോടു കൂടി നിൻ്റെ പാപം ക്ഷമിച്ചിരിക്കണമെന്ന് മാത്രം ഒരു വാക്ക് പറഞ്ഞാൽ മതി. അത് പറയാതെ പാപത്തിന് പരിഹാരം എന്ന് പറയുന്നത് നീതിയുള്ള ദൈവത്തിൻ്റെ ബോധങ്ങളിലുള്ളതാണെങ്കിൽ അതിന് സെൽഫായിട്ട് ഇൻവോൾവ് ചെയ്തുകൊണ്ട് പരിഹാരം ചെയ്യുന്നത് സ്നേഹത്തിൻ്റെ ഒരു പ്രകർഷമാണ്. ശരിക്കും പറഞ്ഞാൽ അത് മനസ്സിലാക്കി തരാനാണെന്ന് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. ഒന്ന് പ്രാർത്ഥിച്ചേ. കർത്താവായ ദൈവമേ, നീ ഞങ്ങളോട് കാണിച്ച സ്നേഹത്തിന്റെ സഹനങ്ങളിലെ സ്നേഹധാരകളെ മനസ്സിലാക്കുവാൻ നിന്നെ മനസ്സിലാക്കുവാൻ ഞങ്ങൾക്ക് പ്രത്യേക അഭിഷേകം നൽകണമേ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ആരാധന. ഹല്ലേലൂയ, സ്വന്തമേ ജീവനെ സ്വന്തമേ ആരാധന Hallelujah. 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 ദൈവസ്നേഹത്തോടെ ആലംബനത്തോടെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ക്രൂശിക്കപ്പെട്ടവനെ കർത്താവേ, രാവിലെ പ്രവേശിച്ചവനെ കർത്താവേ, കിരീടം ചൂടിയവനെ ഈശോ, നിന്റെ തിരുമുൻപാർന്ന വലതുകരം ആണിപ്രധാർന്ന അത്ഭുതകരം അങ്ങനെ മക്കളിലേക്ക് കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എന്റെ കർത്താവിന് ഉന്നതമായ നാമത്തിലെ സഭയുടെ അധികാരത്തിൽ പുരുഷന്റെ അടയാളത്തിൽ ദൈവശക്തിയാൽ മാരകരോഗങ്ങള് തീരാവ്യാധികള് ജീവിതങ്ങള് യേശുനാമത്തില് മാറിപ്പോകട്ടെ. ശ്രുതികട്ടെ ശ്രുതികട്ടെ ശ്രുതികട്ടെ.
ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ, നീ പരിശുദ്ധനാകുന്നു. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ബലവാനേ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി തിരുവിടവാൽ മുറിവേറ്റവനെ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി മുളുക്കിടം ചൊല്ലിയവനെ, നീ പരിശുദ്ധനാകുന്നു. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ബലവാനേ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ, നീ പരിശുദ്ധനാകുന്നു. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ. വിശുദ്ധമായ രക്തം അങ്ങനെ മക്കളിലേക്ക് തളിക്കണമേ. കർത്താവേ, നിന്റെ വിശുദ്ധമായ രക്തം അങ്ങനെ മക്കളിലേക്ക് തളിക്കണമേ. മാർഗരോഗങ്ങള്, ശീലവേദികള്, ജീവിതങ്ങള്, തടസ്സങ്ങള്, യേശു ക്രിസ്തുവിന്റെ രക്തം സകല പാപങ്ങളിൽ നിന്ന് മോചിക്കുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ വിശുദ്ധ രക്തം നിന്റെ സർവ്വ പാപങ്ങളിൽ നിന്ന്, രോഗങ്ങളിൽ നിന്ന് മോചിക്കട്ടെ. ശ്രദ്ധിക്കട്ടെ, നിന്റെ ഓരോ മുറിവിനെ ശ്രദ്ധിക്കുന്നു. നിനക്ക് നന്ദി പറയുന്നു. ശത്രുക്കൾ ഉഴുതത് എന്റെ മുതുകിലാകുന്നു. കർത്താവേ, നിന്റെ മുതുകിലെ ചോരപ്പാടുകളെ കുമ്പിട്ട് ആരാധിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ശത്രുക്കൾ ഉഴുതത് എന്റെ മുതുകിലാകുന്നു. ഈശോ, 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 ശത്രുക്കൾ ഉഴുന്നത് എന്റെ മുതുകിലാകുന്നു. കർത്താവേ, നിന്റെ മുതുകിലെ പാടുകളെ, ഉഴവ് ചാലുകളെ, കർത്താവേ, നിന്റെ മുതുകിലെ പാടുകളെ, ഉഴവ് ചാലുകളെ, ചോരച്ചാലുകളെ കുമ്പിട്ടാരാധിക്കുന്ന, സ്വസ്ത്രം ചെയ്യുന്ന, കുമ്പിട്ടാരാധിക്കുന്ന, സ്വസ്ത്രം ചെയ്യുന്ന ഈശോ, ഈശോ, ഈശോ. ഉന്നതമായ നാമത്തിന് എല്ലാ മാലാഖമാരുടെ കൂടെ, എല്ലാ വിശുദ്ധന്മാരുടെ കൂടെ, എല്ലാ വേദസാക്ഷികളുടെ കൂടെ, എല്ലാ രക്തസാക്ഷികളുടെ കൂടെ ഈശോ നിന്റെ നാമത്തെ വാഴ്ത്തുന്നു, നിന്റെ നാമത്തെ വാഴ്ത്തുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമേ, നീ
പരിശുദ്ധനാകുന്നു. ബലവാനേ നീ പരിശുദ്ധനാകുന്നു. നിനക്ക് വേണ്ടി ക്രൂശപ്പെട്ടവനെ നീ പരിശുദ്ധനാകുന്നു. നിനക്ക് വേണ്ടി തെരുവിലാൽ മരുവത്തവനെ നീ പരിശുദ്ധനാകുന്നു. നിനക്ക് വേണ്ടി മുതുകിൽ ഉഴവുകാലം ഉണ്ടാക്കിയവനെ നീ പരിശുദ്ധനാകുന്നു. ചോരപ്പാടുകളെ ധ്യാനിച്ചുകൊണ്ട് നിന്നെ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, അങ്ങേക്ക് നന്ദി പറയുന്നു. നിന്നെ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, അങ്ങേക്ക് നന്ദി പറയുന്നു. നിന്റെ നാമത്തിൽ പാപങ്ങൾ മാറിപ്പോകട്ടെ. നിന്റെ നാമത്തിൽ രോഗങ്ങൾ സൗഖ്യപ്പെടട്ടെ. നിന്റെ നാമത്തിൽ കരൾ രോഗങ്ങൾ സൗഖ്യമാകട്ടെ. നിന്റെ നാമത്തിൽ ശിരസ് രോഗങ്ങൾ സൗഖ്യമാകട്ടെ. ഈശോ നീ വാഴ്ത്തപ്പെട്ടവനാകുന്നു. നിന്റെ നാമത്തിലെ കിഡ്നി രോഗങ്ങൾ സൗഖ്യമാകട്ടെ. നിന്റെ നാമത്തിലെ കണ്ണ് കാഴ്ച കുറവുള്ളവരെ സൗഖ്യം പ്രാപിക്കട്ടെ. നിന്റെ നാമത്തിലെ ഹൃദയവേദന ഉള്ളവരെ ഹൃദയ രോഗികളെ സൗഖ്യം പ്രാപിക്കട്ടെ. നിന്റെ നാമത്തിലെ മക്കളില്ലാത്തവർക്ക് മക്കൾ ജനിക്കട്ടെ. നിന്റെ നാമത്തിലെ മാരക രോഗങ്ങളെ തീരാവേദന മാറിപ്പോകട്ടെ. നിന്റെ നാമത്തിൽ തീരാ ദുരിതങ്ങളും ദുഃഖങ്ങളും ജോലിയില്ലാത്ത അവസ്ഥകളും കുടുംബത്തിൽ സമാധാനം ഇല്ലാത്ത അവസ്ഥകളും നിന്റെ നാമത്തിലെ എല്ലാ ഭാരങ്ങളും രോഗങ്ങളും ക്ലേശങ്ങളും മാറിപ്പോകട്ടെ. ഈശോ നീ പരിശുദ്ധനാകുന്നു. ഈശോ നീ പരിശുദ്ധനാകുന്നു. ഈശോ നീ പരിശുദ്ധനാകുന്നു. ചില കാര്യങ്ങൾ താമസിക്കുമെന്ന് ഈശോ പറയുന്നുണ്ട്. പക്ഷെ ഡിസംബർ കഴിഞ്ഞ് പോകത്തില്ലെന്ന് ഈശോ പറയുന്നുണ്ട്. നെഞ്ചത്ത് വെച്ചുകൊണ്ട് കർത്താവിൻ്റെ സാന്നിധ്യം അനുഭവിക്കേണ്ട സമയമാണിത്. ഒരു ഡേറ്റിനെ കുറിച്ച് ചിന്തിക്കുന്ന ആൾക്കാർ 4 or 5 ഫിക്സ് ചെയ്യാൻ പറയുന്നുണ്ട്. ഏതെങ്കിലും ഡേറ്റിനെ കുറിച്ച് കൺഫ്യൂഷൻ വരുന്നവർ 4 or 5 ഫിക്സ് ചെയ്യാൻ പറയുന്നുണ്ട്. ഏതെങ്കിലും വിഷയങ്ങളെക്കുറിച്ച് കർത്താവ് നിങ്ങൾക്ക് എപ്പോൾ സംഭവിക്കുമെന്ന് പറഞ്ഞാൽ ഈ ഡേറ്റുകൾ കർത്താവ് കാണിച്ചു തരുന്നുണ്ട്. അതിൽ 7 ഉണ്ട്. ശരീരത്തിൻ്റെ ഒരു ഭാഗമുണ്ട്, അത് വളരെ സോഫ്റ്റായിട്ടുള്ള ഭാഗമായിരുന്നു. പക്ഷെ അതിപ്പോഴും കല്ലുപോലെ ഇരിക്കുകയാണ്. ആ ഭാഗത്തെ കർത്താവ് സൗഖ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ശ്രുതികട ഹല്ലേലൂയ. ചില ഭാഗങ്ങളിൽ ഇങ്ങനെ പച്ച ഞരമ്പുകൾ ഓടിയിട്ട് അലർജി പോലെ കാണുന്നുണ്ട്. അതുപോലെ തന്നെ അത് വേറെ എന്തെങ്കിലും ഗുരുതരമായ രോഗമായി മാറാനുള്ള സാധ്യതകളുണ്ട്. കർത്താവ് ആ വിഷയത്തെ പൂർണ്ണമായി സൗഖ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന അസ്ഥികൾക്ക് വേദനയും അസ്ഥിദ്രവിപ്പുകളും അസ്ഥികളുടെ മൂലം ഉണ്ടാകുന്ന ബലക്ഷണം കാരണം കൈകാലം ഉയർത്താൻ പറ്റാത്ത വ്യക്തികൾ കർത്താവ് സ്പർശിച്ചുകൊണ്ടിരിക്കുന്നു. അവർക്കത് ഉയർത്തിക്കൊണ്ട് ജോലി എടുക്കാൻ പറ്റുമെന്നാണ് പരിശുദ്ധ പറയുന്നത്. താടിയെല്ല്, ഇടുപ്പെല്ല താടിയെല്ലുകൾ. ഈ താടിയെല്ലിൻ്റെ എന്തോ ഡിസ്ലൊക്കേഷൻസ് ആണ്. അതുമൂലം ഉണ്ടാകുന്ന കുറേ വിഷമതകൾ മാറുന്നതായിട്ട് കർത്താവിൻ്റെ ദർശനമുണ്ട്. ശ്രുതികട ഹല്ലേലൂയ. വലത് കക്ഷം ഉയർത്തുമ്പോൾ ആ കക്ഷത്തിൻ്റെ അവിടെ ഒരു മുഴ പോലെ ഇങ്ങനെ കാണും. നമ്മൾ സാധാരണ കാണുന്ന എല്ലിൻ്റെ മുഴയല്ല, അല്ലാത്ത മുഴ. കർത്താവ് സുഖപ്പെടുത്തുന്നതായിട്ട് മെസ്സേജ് ഉണ്ട്. കണ്ണെപ്പോഴും കരുകരുത്ത കാരണം എപ്പോഴും കൂളിംഗ് ഗ്ലാസ് വെച്ചാൽ നടക്കാൻ തോന്നുക. പക്ഷെ വെക്കാൻ ഇഷ്ടമില്ല കൂളിംഗ് ഗ്ലാസ്. പക്ഷെ വെക്കാതെ പറ്റത്തില്ല ചില സ്ഥലങ്ങളിൽ. കണ്ണിൻ്റെ കുഴപ്പങ്ങളാണ്. കണ്ണുകളെ കർത്താവ് സൗഖ്യപ്പെടുന്നതായിട്ട് സന്ദേശമുണ്ട്. മക്കളില്ലാത്തതിൻ്റെ പ്രധാനപ്പെട്ട കാരണം പുരുഷനാണ്. ചില കേസിൽ മക്കളില്ലാത്തതിന് പ്രധാനപ്പെട്ട കാരണം പുരുഷനാണ്. പക്ഷെ അതൊക്കെ അദ്ദേഹത്തിനുണ്ടാകുന്ന മറ്റ് ജനിതകമായ പ്രശ്നങ്ങളെ കർത്താവ് പരിഹരിക്കുന്നതായിട്ട് സന്ദേശമുണ്ട്. ഉപ്പുകുറ്റി കുത്താൻ പറ്റാത്ത അവസ്ഥയിൽ ഇങ്ങനെ എല്ലുന്തിയതുപോലെയോ അല്ലെങ്കിൽ എന്തോ ബലക്ഷയം പോലെയാണ്. ഉപ്പുകുറ്റി കുത്താൻ പറ്റുന്നില്ല, വലത് ഉപ്പുകുറ്റി ഇങ്ങനെ. അതുകൊണ്ട് ഈ കാലിൻ്റെ മടന്ത അല്ലെങ്കിൽ തള്ളവിരലിൻ്റെ ഭാഗം കുത്തിയാണ് പലപ്പോഴും നടക്കുന്നത്. ആ വ്യക്തിയും കർത്താവ് സ്പർശിച്ചു കൊണ്ടിരിക്കുന്നു. ശ്രുതികടല്ലേ. ഞരമ്പുകളിൽ ഇങ്ങനെ പാമ്പ് ഇരവിഴങ്ങിയതുപോലെ ചില ഞരമ്പുകൾ ഇങ്ങനെ ബൾജ് ചെയ്തിരിക്കുന്നുണ്ട്. പാമ്പ് ഇരങ്ങി വിഴുങ്ങിയ പോലെ തോന്നുന്നു. ആ ചില ഭാഗങ്ങൾ ഇങ്ങനെ ബൾജ് ചെയ്തിട്ടുണ്ട്. ആ വ്യക്തിയെ കർത്താവ് സൗഖ്യപ്പെടുന്നതായിട്ട് മെസ്സേജ് ഉണ്ട്. ഒരു നിമിഷം മൗനമാകാം. കർത്താവിൻ്റെ സാന്നിധ്യത്തെ വ്യക്തിപരമായ ആവശ്യങ്ങൾ പ്രാർത്ഥിക്കേണ്ട സമയമാണിത്. ദൈവത്തിൻ്റെ ചൈതന്യവും ശക്തിയും നിറഞ്ഞു നിൽക്കുന്ന സമയമാണ്. എവിടെയാണോ നിങ്ങൾക്ക് രോഗമുള്ളത് അവിടെയെല്ലാം കൈകൾ വെച്ചുകൊണ്ട് നിങ്ങളെ വിശ്വാസ പ്രമാണം ചൊല്ലിക്കൊണ്ട് ഈ ദൈവികമായ നിറവിൻ്റെ നിമിഷങ്ങളെ കർത്താവിൻ്റെ ദൃശ്യം മാതാവിൻ്റെ മധ്യസ്ഥതയിൽ സ്വീകരിക്കുക.
ദൈവസ്നേഹത്തിൽ നിറയുക. ഏതെങ്കിലും വിഷയങ്ങളുണ്ടെങ്കിൽ വീട്, ജോലി, വിവാഹം, മക്കളില്ലാത്ത അവസ്ഥകൾ, സാമ്പത്തിക കടങ്ങൾ, പരീക്ഷാ ഫലങ്ങൾ, എഴുതാനുള്ള പരീക്ഷകൾ, ഇൻ്റർവ്യൂകൾ, അതിൻ്റെ റിസൾട്ട് പ്രതീക്ഷിക്കുന്നവർ ആ വിഷയം ഇപ്പോൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കേണ്ടതാണ്. ആ മേഖലയെല്ലാം ദൈവികമായ ഇടപെടലുണ്ടാകുന്ന ദൈവികമായ സമയമാണത്. കടകമ്പോളങ്ങൾ നടക്കുന്നവരും കടലിൽ കച്ചവടമില്ലാത്ത ഏജൻസി നഷ്ടപ്പെട്ടു പോയവരും മറ്റുള്ള കയ്യിൽ നിങ്ങളുടെ പണം, നിങ്ങൾ അധ്വാനിച്ച പണം കുടുങ്ങിപ്പോയവരും പോലീസ് കേസ് അകപ്പെട്ടവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കേണ്ട സമയമാണ്. സ്ഥാപനിക വസ്തുക്കൾ നഷ്ടപ്പെട്ടു പോയവരും അതിർത്തി തർക്കമുള്ളവരും ഉടമ്പടി ലംഘിച്ചിട്ടുള്ളവരും പ്രാർത്ഥിക്കേണ്ട സമയമാണ്. കോടതി കേസുകൾ, പോലീസ് വഴക്കുകളാണ്. കർത്താവിന് തിരുസന്നിധിയിൽ സമർപ്പിക്കട്ടെ. എല്ലാം സമർപ്പിച്ചുകൊണ്ട് ഇടിമുഴക്കുമ്പോൾ സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ. ജീവിക്കുന്ന സാന്നിധ്യത്തിന് നന്ദി പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം. ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ. മഹത്വം, മഹത്വം. ആരാധന, ആരാധന. ഹല്ലേലൂയ. ആരാധന